എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുല്ലങ്കടി കുറ്റിക്കാട്ട് ദേവി ക്ഷേത്രത്തിലെ കണ്ഠകർണ സ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ദണ്ഡ് വഴിപാടിനെ കുറിച്ചാണ്. ഈ പുല്ലങ്കടിക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു ചരിത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ നാട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പുല്ലങ്ങാടി എന്നായിരുന്നു. അതായത് രാജഭരണകാലത്ത് ഈ അങ്ങാടിയിൽ നിന്നായിരുന്നു കൊട്ടാരത്തിലേക്ക് ആവശ്യമായ പുല്ല് ശേഖരിച്ചുകൊണ്ടിരുന്നത്. അതിനാലാണ് ഈ നാട് പുല്ലങ്കടി എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് കാലക്രമേണ പുല്ലങ്കടിയായി മാറി. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുല്ലങ്ങടി കുറ്റിക്കാട്ട് ക്ഷേത്രത്തിലെ കണ്ഠകർണ സ്വാമിയുടെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ദണ്ഡ് വഴിപാട് ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ഡോദരി എന്ന് പറയുന്ന ഒരു ദേവി ശിവനിൽ നിന്നും വരം വാങ്ങി മണ്ഡോദരിയുടെ ഒരു ശത്രുവായിരുന്ന ഭദ്രകാളിക്ക് ഈ വസൂരി മാലയുടെ വിത്തുകൾ വിതറുകയും നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ അതുകൊണ്ട് ദോഷങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്ത ഒരവസരത്തിൽ ഈ ജനങ്ങളും ദേവിയും ഉൾപ്പെടെ ചെന്ന് ശിവൻ്റെ കാൽക്കൽ വീഴുകയും അങ്ങനെ ശിവൻ്റെ കണ്ഠത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് കണ്ഠകർണ സ്വാമി. ഈ കാണുന്നതാണ് ദണ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരം ദണ്ഡുകളാണല്ലോ. ഒന്ന് ആൾദണ്ഡ്, പിന്നെ കാൽദണ്ഡ്, കൈദണ്ഡ്. അതായത് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നേരുന്നതാണ് ആൾദണ്ഡ്. കൈക്കും കാലിനും എന്തെങ്കിലും പരിക്കും എന്തെങ്കിലും പറ്റുമ്പോഴാണ് കാൽദണ്ഡും കൈദണ്ഡും നേരുന്നത്. തലേ ദിവസം രാവിലെ കുളിച്ച് ഒരുങ്ങി ഈ കർമ്മം ചെയ്യാൻ വരുന്ന കർമ്മി അരിമാവും ശർക്കരയും പഞ്ചസാരയും കൽക്കണ്ടം, മുന്തിരി, ഏലക്ക, നെയ്യ്, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ദണ്ഡ് കുഴച്ച് ഇത് ഉണ്ടാക്കുന്ന വാർപ്പിനകത്തിട്ട് ശരിക്ക് ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ അറവാതുക്കൽ കൂട്ടുന്ന പെരയുടെ അറവാതുക്കൽ കൂട്ടുന്ന തീക്കകത്ത് ഇട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കും. അന്ന് വൈകുന്നേരം ചുട്ടെടുത്ത് ഇത് വിളക്കിൻ്റെ മുമ്പിൽ എല്ലാവിധ ഗണപതി ഇതെല്ലാം ഒരുക്കുമൊക്കെ വെച്ച് അവിടെ ഒരുക്കി വെക്കും. ഇപ്പം നമുക്ക് ദണ്ഡ് എന്താണെന്ന് മനസ്സിലായി. നമുക്കിനി ആൾരൂപം ഉണ്ടാക്കുന്നത്, അതായത് ബൊമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബൊമ്മയ്ക്കുള്ളിലാണ് ഈ ദണ്ഡ് വെച്ച് കെട്ടുന്നത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ രൂപത്തിലുള്ള ചട്ടവും 2 പേരുടെ രൂപത്തിലുള്ള ചട്ടവും, ഇങ്ങനെ ഓരോരുത്തരും ചട്ടങ്ങളിലാണ് ആൾ രൂപം ഉണ്ടാക്കി ക്ഷേത്രസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പാളയിൽ വെച്ച് കെട്ടിയെടുക്കുന്ന ഈ രൂപം ഇതിൻ്റെ നമ്മുടെ സങ്കല്പമാണ്. ആ സങ്കല്പം നമ്മളതിൽ വെച്ച് കെട്ടിയാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് വാദ്യഘോഷമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഇവിടുന്ന് 4 പേര് ഒരു ചട്ടം തോളിലേറ്റി
ക്ഷേത്രത്തിന് 3 വട്ടം വലം വെച്ച് തുള്ളിക്കൊണ്ട് 3 വട്ടം വലം വെച്ച് അത് ക്ഷേത്രത്തിന് കണ്ടകർണ സ്വാമിയുടെ നടയിൽ സമർപ്പിച്ച് അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ദണ്ട് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് അടുത്ത് നടക്കുന്നത്. അത് 9 മണിക്ക് ശേഷം, അതായത് രാത്രി 9 മണിക്ക് ശേഷം മാത്രമേ ദണ്ട് ക്ഷേത്രത്തിൽ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ 8:45 കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വളരെ ആഘോഷത്തോടെ, അതായത് ചെണ്ടമേളങ്ങളുടെ ആകമടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോകും. പല സ്ഥലങ്ങളിൽ നിന്നും ഈ ദണ്ട് വരുന്നുണ്ട് പുല്ലങ്ങടി കുറ്റിക്കാട്ട് ക്ഷേത്രത്തിലേക്ക്. അതായത് കണ്ടങ്കരയിൽ നിന്ന് വരുന്നുണ്ട്, ചിറയോ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഏകദേശം ഒരു 100-110ഓളം ദണ്ടുകൾ, അതായത് 100-110ഓളം ആൾരൂപങ്ങൾ ഇതുപോലെ കുറ്റിക്കാട് ദേവീക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ കണ്ടകർണ സ്വാമിക്ക് മുന്നിൽ ദണ്ട് സമർപ്പിക്കൽ ചടങ്ങാണ് അടുത്തത്. ഈ ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്നും ആഘോഷപൂർവ്വമായിട്ട് വരുന്ന ഈ ദണ്ടുകൾ കണ്ടകർണ സ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കുവാണ്. കണ്ടകർണ സ്വാമിയുടെ നടയിൽ സമർപ്പിക്കും. അതിനുശേഷം ക്ഷേത്രത്തിലെ പൂജാരി അതെടുത്ത് അതിൽ ഒരു അംശം മുറിച്ച് ക്ഷേത്രത്തിലെടുക്കുകയും ബാക്കി സമർപ്പിക്കുന്ന ആൾക്ക് തിരികെ നൽകുകയും ചെയ്യുകയാണ് പതിവ്. ഇതാണ് ദണ്ഡ സമർപ്പണം എന്ന് പറയുന്നത്, അതായത് ദണ്ട് വഴിപാട്. ഇത് പുല്ലങ്ങടിയിലെ എനിക്ക് തോന്നുന്നു 90% യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഈ ഒരു ചടങ്ങിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.